നമസ്കാരം. ഒരു തുണ്ട് ഭൂമി എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അങ്ങനെയുള്ള സ്വപ്നങ്ങളുമായി നടക്കുന്ന കുറേ ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരം ആളുകൾക്ക് എല്ലാവർക്കും ഭൂമി നൽകുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ ഒരു ലക്ഷ്യമാണ്. നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ നമ്മളോട് പറഞ്ഞതാണ് എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ രേഖകളും സ്മാർട്ടാക്കുക. ഈ 3 കാര്യങ്ങൾ കൂടി ലക്ഷ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തുടനീളം പട്ടയമേളകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഒറ്റപ്പാലം മണ്ഡലത്തിലെ പട്ടയമേള നമ്മുടെ ശ്രീകൃഷ്ണപുരത്ത് വെച്ച് നടക്കുകയാണ്. ഈ പട്ടയമേളയിൽ തച്ചനാട്ടുകര പഞ്ചായത്തിലെ 79 പേർക്കാണ് സ്വന്തമായ ഭൂമി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ഒരു നിശബ്ദമായ വിപ്ലവം ഈ സംസ്ഥാനത്ത് നടക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റുകൾ ഇടുന്ന ആളുകളോ കാണുന്നത് പോലുമില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒരു ഗവൺമെന്റ് മുൻകൈയെടുക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കതിനെ കൈയടിക്കാതിരിക്കാൻ കഴിയുക? പുറമ്പോക്ക് ഭൂമികൾ കണ്ടെത്തി, ആ പുറമ്പോക്ക് ഭൂമികൾക്ക് വേണ്ടിയുള്ള അവകാശികളെ കണ്ടെത്തി കൃത്യമായ അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട അത്യാവശ്യം സ്ഥലം, 4 സെന്റ് സ്ഥലമാണ് ഒരു വ്യക്തിക്ക് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 400ഓളം അപേക്ഷകളാണ് തച്ചനാട്ടുകര പഞ്ചായത്തിലുള്ളത്. അതിൽ 79 പേർക്ക് ഇന്ന് ശ്രീകൃഷ്ണപുരത്ത് വെച്ച് പട്ടയം വിതരണം ചെയ്യുകയാണ്. വളരെ മഹത്തായ ഒരു കാര്യം തന്നെയല്ലേ? സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം ജനകീയമായ പദ്ധതികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തുടർഭരണത്തിലേക്ക് നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറ്റം പറയാനാകില്ല. അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് ഗവൺമെന്റിനെ പരിഹസിക്കുന്നവർ ഇത്തരം ജനകീയമായ പദ്ധതികൾ കണ്ടില്ല എന്ന് നടിക്കരുത്. താങ്ക്